ആകാശം പൊട്ടിപ്പിളരുകയും ചെയ്യും. എന്നിട്ട് അന്നത് ദുർബലമാകും. മലക്കുകൾ അതിൻ്റെ മുഴുവൻ പാർശ്വങ്ങളിലും ഉണ്ടായിരിക്കും. അവർക്ക് മീതെയായി താങ്കളുടെ റബ്ബിൻ്റെ അർശ് അന്ന് 8 വിഭാഗങ്ങൾ വഹിക്കും. അന്ന് നിങ്ങൾ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടും. ഒരു രഹസ്യവും നിങ്ങളിൽ നിന്നന്ന് ഗോപ്യമാവുകയില്ല. അപ്പോൾ ആരുടെ വലതുകൈയിൽ തൻ്റെ കർമ്മരേഖ നൽകപ്പെട്ടുവോ അവൻ പറയും, എൻ്റെ കർമ്മപുസ്തകമൊന്ന് നിങ്ങൾ വായിച്ചു നോക്കൂ. തീർച്ചയായും വിചാരണയെ അഭിമുഖീകരിക്കേണ്ടവനാണ് ഞാനെന്ന് എനിക്കുറപ്പുണ്ടായിരുന്നു. തുടർന്ന് അവൻ സംതൃപ്തമായ ജീവിതത്തിലായിരിക്കും. അതായത് അത്യുന്നത സ്വർഗത്തിൽ അതിലെ പഴങ്ങൾ കൈയെത്തുന്നത്ര അടുത്തായിരിക്കും. കഴിഞ്ഞു പോയ നാളുകളിൽ നിങ്ങൾ മുന്നേ ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഫലമായി ആനന്ദപൂർവ്വം തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്ന് അവരോട് പറയും. ഇടതുകൈയിൽ കർമ്മപുസ്തകം നൽകപ്പെട്ടവർ പറയും, എൻ്റെ കർമ്മപുസ്തകം എനിക്ക് നൽകപ്പെടാതിരിക്കുകയും വിചാരണ എന്താണെന്ന് ഞാൻ അറിയാതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. മരണം എല്ലാറ്റിനും അന്ത്യം കുറിക്കുന്നതായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു.